പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമോടെയാകം തിരുമുൻപാകെ അണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാറിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിൻ്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരിക്രമത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ഇസ്രായേലേ സ്തുതിച്ചിടുക, രാജാധിരാജൻ എഴുന്നള്ളുന്നു. ഇസ്രായേലേ സ്തുതിച്ചിടുക, രാജാധിരാജൻ എഴുന്നള്ളുന്നു. വിനീതനായി യേശുനാഥൻ നിന്നെ തേടി അണഞ്ഞിടുന്നു. കരഘോഷത്തോടെ സ്തുതിച്ചിടുവിൻ, ഹല്ലേലൂയ ഗീതി പാടിടുവിൻ. മുസ്ലിമിന്റെ രക്ഷകനായവൻ ദാവീദിൻ പുത്രനെ വാഴ്ത്തുവിൻ. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചോടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയം അവരുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേ
നൽകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവന നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവനാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോടും ഈ ലോകം മുഴുവനോടും കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സഹോദരരെ, വെളിപ്പാട് പുസ്തകത്തിൽ നിന്നുള്ള വായന 21-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങൾ കർത്താവെ ആശീർവദിക്കുന്നു. മിശിഹ മകനെ അനുഗ്രഹിക്കട്ടെ. ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി, കടലും അപ്രത്യക്ഷമായി. വിശുദ്ധ നഗരമായ പുതിയ ജെറുസലേം ഭർത്താവിനായി അടിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്നു വലിയൊരു സ്വരം ഞാൻ കേട്ടു, ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ, അവിടുന്ന് അവരോടൊത്തു വസിക്കും, അവർ അവിടുത്തെ ജനമായിരിക്കും, അവിടുന്ന് അവരോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്നു കണ്ണീർ തുടച്ചു നീക്കും. ഇനി മരണം ഉണ്ടാകുകയില്ല, ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. സിംഹാസനത്തിലിരിക്കുന്നവൻ പറഞ്ഞു, ഇതാ സകലവും നവീകരിക്കുന്നു. അവൻ പറഞ്ഞു, എഴുതുക, ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ്. പിന്നെ അവൻ എന്നോട് പറഞ്ഞു, സംഭവിച്ചു കഴിഞ്ഞു. ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ആദിയും അന്തവും. ദാഹിക്കുന്നവനു ജീവജലത്തിൻ്റെ ഉറവിൽ നിന്നു സൗജന്യമായി ഞാൻ കൊടുക്കും. വിജയം വരിക്കുന്നവന് ഇവയെല്ലാം ആകാശമായി ലഭിക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ലോകത്തിന്റെ പ്രകാശവും സകലത്തിന്റെയും ജീവനുമായ മിശിഹായെ, നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്തകാരുണ്യത്തിന് എന്നേക്കും സ്തുതി. ആമേൻ. നമുക്ക് ഹൃദയപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 1 18 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങൾ. യേശുക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായികയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് പൂർത്തിയാക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു. പുത്രനെ പ്രസവിക്കുന്നതുവരെ അവളെ അവൻ അറിഞ്ഞില്ല. അവൻ ശിശുവിന്
യേശു എന്ന് പേരിട്ടു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും ഇരിക്കാം. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരന്മാരെ, ഏറ്റവും വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ഇന്ന് വായിച്ചു കേട്ട സുവിശേഷം ആരുടെ സുവിശേഷമാണ്? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം. എത്ര അധ്യായമാണ്? 1-ാം അധ്യായമാണ്. എത്ര മുതലുള്ള വാക്യങ്ങളാണ്? 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ് കേട്ടോ. ഗ്രൂപ്പിന് ഞാൻ മാർക്കരാട്ടാ. 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ് നമ്മളിന്ന് വായിച്ചു കേട്ടത്. എന്തിനെക്കുറിച്ചാണ് വായിച്ചു കേട്ടെ? വായിച്ചു കേട്ടെ? യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചാണ് വായിച്ച് കേട്ടത്. ഇന്ന് എനിക്ക് നിങ്ങളുടെ എല്ലാവരോടും സംസാരിക്കാനുള്ളത് 3 കാര്യങ്ങളെക്കുറിച്ച്. ഒരു കഥ പറയാം. 2 കുടങ്ങളുണ്ടായിരുന്നു. ഒരു കുടം പൊട്ടിയ കുടമായിരുന്നു, ഒരു കുടം നല്ല കുടമായിരുന്നു. പൊട്ടിയ കുടത്തിൽ ഇച്ചിരി ചിന്നിലൊക്കെ വീണുകൊണ്ട് പൊട്ടലുള്ളത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഈ പൊട്ടിയ കുടത്തെയും പൊട്ടാത്ത കുടത്തെയും നല്ല കുടത്തെയും പിടിച്ചുകൊണ്ട് എല്ലാ ദിവസവും കൃഷിക്കാരൻ തൻ്റെ കൃഷിത്തോട്ടം നനയ്ക്കാനായിട്ട് പോകും. എല്ലാ ദിവസവും നനയ്ക്കാൻ പോകും, കൃഷിത്തോട്ടം നനച്ചിട്ടായിട്ട് വരും. അപ്പോൾ പൊട്ടിയ കുടത്തിൽ എന്തോരം വെള്ളം എടുത്താലും അതിൽ നിന്ന് ഈ പൊട്ടിയത് കൊണ്ട് എപ്പോഴും വെള്ളം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. പൊട്ടാത്ത കുടമാണെങ്കിൽ ഒരു കുഴപ്പമില്ല, കൃഷിക്കാരൻ്റെ മനസ്സിനിണങ്ങി നിറച്ച് വെള്ളം അത് കൊണ്ടുപോയി കൃഷിത്തോട്ടത്തിൽ നനയ്ക്കാനായിട്ട് സാധിക്കുന്നു. ഈ പൊട്ടിയ കുടത്തെയും പൊട്ടാത്ത കുടത്തെയും കൃഷിക്കാരൻ 2 ഒക്കത്ത് വെച്ചിട്ട് കൊണ്ടുപോകണേ. അത് കൊണ്ടുപോയി കൃഷിത്തോട്ടം നനച്ച് കടന്നു വരും. ഈ പൊട്ടിയ കുടത്തോട് പൊട്ടാത്ത കുടം ഒരിക്കൽ കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, അല്ലയോ പൊട്ടിയ കുടമേ, നിന്നെക്കൊണ്ടൊരു ഉപയോഗം ഈ കൃഷിക്കാരനില്ല. കാരണം കൃഷിക്കാരൻ ആഗ്രഹിക്കുന്ന രീതിയിൽ കൃഷിത്തോട്ടം നനയ്ക്കാനായിട്ട് നിന്നെക്കൊണ്ട് പറ്റണില്ല. അതുകൊണ്ട് നീ കൃഷിക്കാരനോട് പറഞ്ഞ് സ്വയം മാറുക. ഒരിക്കൽ ഈ പൊട്ടിയ കുടം കൃഷിക്കാരനോട് ചോദിക്കാൻ പോകുന്ന രംഗങ്ങളാണ് നമ്മൾ ഏറ്റവും ഉദ്ദീപമായിട്ട് എടുക്കേണ്ട കാര്യം. ഈ കൃഷിക്കാരൻ്റെ അടുത്ത് ഈ പൊട്ടിയ കുടം പോയി ചോദിച്ചു, യജമാനനെ, ഞാനൊരു പൊട്ടിയ കുടമാണ്, എനിക്ക് പൊട്ടലുണ്ട്, അതുകൊണ്ട് നിൻ്റെ ആഗ്രഹത്തിനൊത്ത് ഈ കൃഷിത്തോട്ടം നനയ്ക്കാനായിട്ട് എനിക്ക് പറ്റണില്ല. എന്നെ ഉപേക്ഷിച്ച് നീ പുതിയൊരു കുടം കണ്ടെത്തുക. അപ്പോൾ മറ്റേ കുടത്തെ പോലെ കൃഷിത്തോട്ടം നന്നായിട്ട് നനയ്ക്കാൻ കുറച്ചും കൂടി വെള്ളം കൃഷിത്തോട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ നിനക്ക് സാധിക്കും. അതുകൊണ്ട് എന്നെ ഉപേക്ഷിക്കുക. ഈ പൊട്ടിയ കുടത്തെ ഈ കൃഷിക്കാരൻ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞ ഡയലോഗ് ഇങ്ങനെയാണ്, അല്ലയോ പൊട്ടിയ കുടമേ, നീ ഒന്ന് നോക്കിയേ, ഞാൻ എന്നും നിന്നെ ഒരു സൈഡിലാണ് പിടിക്കുക, ആ സൈഡിലേക്ക് ഒന്ന് നോക്കിയേ. ഈ പൊട്ടിയ കുടം സൈഡിലേക്ക്, കൃഷിക്കാരൻ നടന്നു പോകുന്ന സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ പൊട്ടിയ കുടത്തിൻ്റെ സൈഡ് നിറയെ ഒത്തിരി പൂക്കളുള്ള ചെടികൾ നിൽക്കുന്നത് ഈ കൃഷിക്കാരൻ കാണിച്ചു കൊടുക്കുക. പൊട്ടിയ കുടം കാണുക. മറ്റേ സൈഡാണെങ്കിൽ ഒരു തുള്ളി വെള്ളം പോലും വീഴാത്തത് കൊണ്ട് അവിടെ പൂക്കളില്ല, ചെടികളില്ല. ഈ കൃഷിക്കാരൻ ഈ പൊട്ടിയ കുടത്തോട് പറഞ്ഞ ഡയലോഗ് ഇങ്ങനെയാണ്, അല്ലയോ പൊട്ടിയ കുടമേ, ഞാൻ എല്ലാ ദിവസവും നിന്നെ കൊണ്ടുപോകുമ്പോൾ എനിക്കറിയാം നിന്നിൽ നിന്ന് വെള്ളം നഷ്ടപ്പെടുന്നുണ്ട്, എൻ്റെ മനസ്സിനിണങ്ങി പ്രവർത്തിക്കാൻ നിനക്ക് പറ്റുന്നില്ല. പക്ഷേ നീ ഒത്തിരി ചെടികളുടെ ജീവനാ, ഒത്തിരി പേർക്ക് പ്രകാശം വരുത്തുന്നതാ, ഒത്തിരി ചെടികളിൽ പൂക്കൾ വരുത്താൻ നിൻ്റെ വെള്ളത്തിന് കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കില്ല. ഈ കഥ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവട്ടെ. നമ്മളിൽ പലരും പൊട്ടലുള്ളവരാ, പലരും നല്ലവരാ, കുറവുകളുള്ളവരാ, നന്മകളുള്ളവരാ, ഒക്കെ ഉള്ളവരാ നമ്മളൊക്കെ. പക്ഷേ ദൈവം ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കില്ല. ഈ യജമാനനെ ചേർത്ത് വെച്ച്, ഈ കൃഷിക്കാരനെ ചേർത്ത് വെച്ച് ഈ 2 പൊട്ടിയ കുടങ്ങളെക്കുറിച്ച് ഞാൻ എന്തിനാണ് നിങ്ങളോട് പറഞ്ഞെന്നറിയോ? ഇന്ന് വായിച്ചു കേട്ട സുവിശേഷം നമ്മളെ ഒത്തിരിയേറെ ചിന്തിപ്പിക്കേണ്ട ഒരു സുവിശേഷ ഭാഗം. ഔസേപ്പിതാവ് സത്യം പറഞ്ഞ മാതാവിനെ ഉപേക്ഷിക്കാൻ പോയതാ. സത്യം പറഞ്ഞ ഉപേക്ഷിക്കാൻ പോയതാ. കാരണം ഔസേപ്പിതാവിൻ്റെ ചിന്താഗതി അനുസരിച്ച് മാതാവിന് ചെറിയൊരു പൊട്ടലുണ്ട്. കാരണം വിവാഹത്തിന് മുമ്പേ അവൾ ഗർഭവതിയായേക്കാം. വിവാഹം നിശ്ചയം കഴിഞ്ഞിട്ടുള്ളൂ, പക്ഷെ ഗർഭവതിയായേക്കാം. അപ്പം ഔസേപ്പിതാവിനറിയാം എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഗർഭം ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് ചെറിയൊരു പൊട്ടൽ വീണിട്ടുണ്ട്.
ഔസേപ്പിതാവ് ചിന്തിക്കുക, ഈ സ്ത്രീയെ ഉപേക്ഷിക്കണം. അത് കൃത്യമായിട്ട് പറഞ്ഞേക്കുന്നുണ്ട്. അവൾ രഹസ്യമായി ഉപേക്ഷിക്കാൻ ഔസേപ്പിതാവ് തുനിയുക, രഹസ്യമായി ഉപേക്ഷിക്കാൻ. പക്ഷേ ഔസേപ്പിതാവ് അതിന് മുന്നോടിയായിട്ട് ചെയ്യുന്നൊരു കാര്യമുണ്ട്. അവൾ രഹസ്യമായി ഉപേക്ഷിക്കുന്നതിന് മുമ്പ് ഔസേപ്പിതാവ് തൻ്റെ തീരുമാനങ്ങൾ ചോദിക്കുന്നത് ദൈവത്തോടാണ്. അവിടെയാണ് നമ്മൾ ഏറ്റവും വലിയ സത്യം തിരിച്ചറിയേണ്ടത്. എന്താണ് തിരിച്ചറിയേണ്ട സത്യം? ജീവിതത്തിലെ ഏത് തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ദൈവത്തോട് ചോദിക്കുക. ചില കാര്യങ്ങൾ ചിലപ്പോൾ പൊട്ടലുണ്ടാകാം, നല്ലതുണ്ടാകാം, പ്രശ്നങ്ങളുണ്ടാകാം, സങ്കടങ്ങളുണ്ടാകാം. പക്ഷെ ജീവിതത്തിലെ ഏത് കാര്യം തീരുമാനം എടുക്കേണ്ടി വരുമ്പോഴും ദൈവത്തോട് അനുവാദം ചോദിക്കുന്നവനാണോ ഞാൻ? ഔസേപ്പിതാവ് അനുവാദം ചോദിച്ചു ദൈവത്തോട്. സ്വപ്നത്തിൽ അനുവാദം ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആ അനുവാദം കിട്ടുകയാ. എന്തുകൊണ്ടാണ് മാതാവിനിങ്ങനെ വന്നേ, എന്താ എൻ്റെ കാര്യം? അവസാനം ഔസേപ്പിതാവ് മാതാവിനെ സ്വീകരിക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും ഇത് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനത്തിൽ ഔസേപ്പിതാവിനെ പോലെ ദൈവത്തോട് അനുവാദം ചോദിക്കുന്നവരാണോ? ഒന്ന് ചിന്തിച്ചു നോക്കുക. ഒന്നാമത്തെ കാര്യം അതാ. ഔസേപ്പിതാവ് എല്ലാ കാര്യത്തിനും ദൈവത്തോട് അനുവാദം ചോദിച്ച ഒരാളാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ ചോദിക്കും, ദൈവമേ ഞാനിത് ചെയ്യുന്നത് ശരിയാണോ, ഞാൻ ചെയ്ത ശരിയാവോ? ചോദിക്കും, ദൈവത്തോട് അനുവാദം ചോദിക്കുന്ന ഒരാളാണ്. നമ്മളും അങ്ങനെയാണോ? ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടെയൊക്കെ പണ്ടത്തെ കാരണവന്മാർ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം തീരുമാനം എടുക്കേണ്ടി വരുമ്പോൾ നമ്മളെന്താ ചെയ്യുന്നോണ്ടിരുന്ന പണ്ടത്തെ കാരണവന്മാർ ബൈബിള് തുറന്ന് വായിക്കും, ദൈവം എന്തിനോട് രണ്ടോ സംസാരിക്കുന്നത്. പണ്ടത്തെ കാരണവന്മാർ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് ചെയ്തുകൊണ്ടിരുന്ന കാര്യം ഞാൻ ഇന്നും ഓർക്കുക, ഞാൻ ഇന്നും ചെയ്യാറുണ്ട്. അതൊക്കെ ഒരു വചനപ്പെട്ടിയുണ്ട്, വചനപ്പെട്ടി തുറന്നൊരു വചനം എടുക്കും, ദൈവം എന്തിനോട് പറയാൻ ആഗ്രഹിക്കണേ. നമ്മളൊക്കെ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ അതിൽ ഒത്തിരി ദൈവാനുഗ്രഹം ഉണ്ടായിരുന്നു. ദൈവത്തോട് അനുവാദം ചോദിച്ച് ദൈവം എന്താ പറയാൻ ആഗ്രഹിക്കുന്നേ എന്ന് ചോദിച്ച് ജീവിച്ചവരൊക്കെ ആയിരുന്നു നമ്മളൊക്കെ. പക്ഷേ ഇന്ന് അതൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് നമ്മുടെ തീരുമാനങ്ങളിലൊക്കെ ഒത്തിരി പാളിച്ചകളും ഒത്തിരി ബുദ്ധിമുട്ടുകളും നമുക്കുണ്ടാകുന്നത്. നമ്മുടെയൊക്കെ ജീവിതം വെച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുക. ഞാൻ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളിലും ദൈവത്തോട് അനുവാദം ചോദിക്കാറുണ്ടോ? ദൈവത്തോട് പറയാറുണ്ടോ? എൻ്റെ ജോലിയുടെ കാര്യം, എൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം, എൻ്റെ വീട്ടിൽ നടക്കുന്നൊരു കാര്യം, ഞാൻ ഇറങ്ങിത്തിരിക്കുന്നൊരു കാര്യം ഞാൻ ദൈവത്തോട് പറയാറുണ്ടോ? ദൈവമേ ഇങ്ങനൊരു കാര്യത്തിന് വേണ്ടി പോവാട്ടാ, എൻ്റെ കൂടെ ഉണ്ടാവണം, പറയാറുണ്ടോ? ദൈവത്തോട് അനുവാദം ചോദിക്കാറുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കുക. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എനിക്ക് ഔസേപ്പിതാവിനോട് ഏറ്റവും മതിപ്പ് തോന്നിയത് അവിടെയാണ്. ഔസേപ്പിതാവ് അറിഞ്ഞു ഈ കുടത്തിന് പൊട്ടലുണ്ട്, മാതാവിനൊരു പൊട്ടൽ വീണിട്ടുണ്ട്. പരിശുദ്ധാത്മാവിനാണെന്നൊക്കെ വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഈ കുടത്തിനൊരു പൊട്ടൽ വീണിട്ടുണ്ട്. ഔസേപ്പിതാവ് എന്താ ചെയ്യണേ? ഔസേപ്പിതാവ് കൃത്യമായിട്ട് പറഞ്ഞു വയ്ക്കുന്നുണ്ട്, അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവൾ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായികയാലും. ആ വചനമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവൾ അപമാനിക്കാൻ ഒരിക്കലും ഔസേപ്പിതാവിന് ഇഷ്ടമല്ലായിരുന്നു. അവൾ അപമാനിക്കാൻ ഒരിക്കലും ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് അവനെന്ത് ചെയ്യണേ? അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു പൊട്ടിയ കുടത്തെക്കുറിച്ച്, പൊട്ടിയ ഒരു മനുഷ്യനെക്കുറിച്ച്, ജീവിതത്തിൽ ഇച്ചിരി കുറവുള്ള മനുഷ്യനെക്കുറിച്ച് നമ്മൾ അറിയുമ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്? അവളെ അപമാനിക്കുകയാണോ, അവനെ അപമാനിക്കുകയാണോ നമ്മൾ ചെയ്യുക? അതോ വേണ്ട, ഞാനായിട്ട് ഈ കുറ്റം പറഞ്ഞു നടക്കണില്ല എന്ന് ചിന്തിക്കുന്നവരാണോ? നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഒന്ന് ചിന്തിച്ചു നോക്കണം. നല്ലതാ. ഒരു കുറ്റം കേട്ടു, ഒരു കുറവ് കേട്ടു, നമ്മൾ കേൾക്കണുള്ളൂ, കണ്ടിട്ടില്ല, കേട്ടിട്ടുള്ളൂ. ഈ കാര്യത്തെക്കുറിച്ച് നമ്മൾ എങ്ങനെയാണ് ജീവിക്കുക? മറ്റുള്ളവരോട് പറഞ്ഞു നടക്കുന്ന ഒരാളാണോ? ഒന്ന് ചിന്തിച്ചു നോക്കണം. നല്ലതാ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയുന്ന ചില കാര്യങ്ങൾ, ചിലപ്പോൾ ചില കുറ്റങ്ങളായിരിക്കാം, കുറവുകളായിരിക്കാം. നമ്മളെങ്ങനെയാണ് അങ്ങനെ ചെയ്യുക? നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞു നടക്കുന്നവനാണോ? അതോ വേണ്ട, ഞാൻ പറയത്തില്ല, ഞാനില്ല. ചില പൊട്ടിയ കുടങ്ങളൊക്കെ നമ്മുടെ ഇടയിലുണ്ട്. കുറവുകളുള്ളവരുണ്ട്, പോരായ്മകളുള്ളവരുണ്ട്, പ്രശ്നങ്ങളുള്ളവരുണ്ട്. അവരുടെ കാര്യങ്ങൾ പറഞ്ഞു നടക്കുന്നവനാണോ ഞാൻ? അതോ ഞാനായിട്ട് പറയണില്ല, ഔസേപ്പിതാവിനെ പോലെ മിണ്ടാതെ രഹസ്യമായി ജീവിക്കുന്നവനാണോ ഞാൻ? ഏറ്റവും നല്ലത് ഔസേപ്പിതാവിനെ പോലെ നീതിമാനായ ഒരു മനുഷ്യൻ അങ്ങനെ ചെയ്യുക. എന്താ ചെയ്യുക? അവൻ കേൾക്കുന്ന കുറ്റങ്ങൾ, കാണുന്ന കുറവുകളൊന്നും പറഞ്ഞു നടക്കില്ല. അവൻ മിണ്ടാതെ ജീവിക്കും. കാരണം എന്താ? ദൈവം നടത്തട്ടെ, ദൈവം നോക്കട്ടെ എന്ന് ചിന്തിക്കുന്നവനാണ് ഔസേപ്പിതാവിനെ പോലെ നീതിമാനായ മനുഷ്യർ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, എനിക്ക് രണ്ടാമതായിട്ട് പറയാനുള്ള കാര്യം ഇത് തന്നെയാണ്. എൻ്റെ ജീവിതത്തിൽ പൊട്ടിയ കുടങ്ങളെക്കുറിച്ച് ഞാൻ കേൾക്കുമ്പോൾ, പൊട്ടൽ വന്ന മനുഷ്യരെക്കുറിച്ച് ഞാൻ കേൾക്കുമ്പോൾ, ഞാൻ അവരെ അപമാനിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നവനാണോ? അത് ഔസേപ്പിതാവിനെ പോലെ രഹസ്യമായി അത് വിട്ടുകളഞ്ഞ് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവനാണോ? ചിന്തിച്ചു നോക്കുക. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് എന്താ ചെയ്യണേ?
തൻ്റെ മനസ്സിൽ അവളെ ഉപേക്ഷിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് മാതാവിനെ ചേർത്ത് പിടിക്കുക, അവളെ സ്വീകരിക്കുക. കൃത്യമായിട്ട് പറഞ്ഞു വയ്ക്കുക, തൻ്റെ ഭാര്യയെ അവൻ സ്വീകരിച്ചു. നിങ്ങൾ ഓർക്കണം, ഔസേപ്പിതാവ് മാതാവിനെ സ്വീകരിച്ചപ്പോഴാണ് ശിശു ഉണ്ണിയേശു അവരുടെ ജീവിതത്തിൽ ജനിച്ചത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും ഇത് തന്നെയാണ്. ജീവിതത്തിൽ മറ്റുള്ളവരെ സ്വീകരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലും ഉണ്ണീശോ ഉണ്ടാവുക, ഈശോ ഉണ്ടാവുക, അനുഗ്രഹങ്ങൾ ഉണ്ടാകുക, കൃപകൾ ഉണ്ടാകുക. മറ്റൊരാളെ ഞാൻ ഉപേക്ഷിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ നിന്നും ദൈവവും പടിയിറങ്ങി പോകും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവജനമേ, നിൻ്റെ കൂടെയുള്ളവരെ സ്വീകരിക്കാൻ, ചിലപ്പോൾ നിൻ്റെ നാടിനെയായിരിക്കാം, വീടിനെയായിരിക്കാം, സഭയായിരിക്കാം, ഈ ദേവാലയത്തെയായിരിക്കാം, എൻ്റെ കുടുംബാംഗങ്ങളെയായിരിക്കാം, എൻ്റെ കൂടെയുള്ളവരെ ആയിരിക്കാം, ഞാൻ സ്വീകരിക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകുക എന്ന് തിരിച്ചറിയുക. ഈ 3 കാര്യങ്ങൾ ജീവിതത്തിൽ ചിന്തിക്കുക. ഒന്നാമത്തെ കാര്യം, എൻ്റെ ജീവിതത്തിലെ തീരുമാനങ്ങളിൽ ഞാൻ ദൈവത്തോട് അനുവാദം ചോദിക്കുന്നവനാണോ? രണ്ടാമത്തെ കാര്യം, എൻ്റെ ജീവിതത്തിൽ മറ്റൊരാളെക്കുറിച്ച് കേൾക്കുന്ന കുറ്റങ്ങൾ ഞാൻ കേട്ടു, ആ കുറ്റങ്ങൾ പറഞ്ഞു നടന്ന് അയാളെ താഴ്ത്തിക്കെട്ടുന്നവനാണോ ഞാൻ? മൂന്നാമത്തെ കാര്യം, ജീവിതത്തിൽ മറ്റുള്ളവരെ സ്വീകരിക്കുന്നവനാണോ അതോ പുറന്തള്ളുന്നവനാണോ? ഈ 3 കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം അതിന് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെയും ഉത്സാഹത്തോടെയും കൂടെ നിന്ന് കർത്താവെ നമ്മുടെ മേൽ കൃപ ഉണ്ടാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. കാരണവാനായ ദൈവമേ, അജ്ഞതയിലും ദാരിദ്ര്യത്തിലും തൊഴിലില്ലായ്മയിലും ക്ലേശിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് അങ്ങ് വിമോചകനും രക്ഷകർക്കും ആകുന്ന എന്ന് ബോധ്യമുണ്ടാകാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവമേ, ഞങ്ങളുടെ ഇടവകയിൽ സേവനം അനുഷ്ഠിക്കുന്ന ഞങ്ങളുടെ വികാരി അച്ഛനെ അങ്ങ് അരൂപിയിലൂടെ ശക്തിയാൽ നയിക്കുകയും കാത്തുപരിപാലിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവമേ, ഞങ്ങളുടെ ഇടവക മക്കളെ മധുബോധത്തിലൂടെ യേശുവിൽ കൂടുതൽ അടുത്തറിയുവാനും സ്നേഹിക്കുവാനും അതിനായി പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ അധ്യാപകരെ ധാരാളം അനുഗ്രഹങ്ങൾ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹപിതാവായ ദൈവമേ, ഇന്ന് വിശുദ്ധ കുർബാനയ്ക്കും സൺഡേ സ്കൂൾ പ്രോഗ്രാമിനും നേതൃത്വം നൽകുന്ന ഞങ്ങൾ 5ാം ക്ലാസ്സിലെയും 4ാം ക്ലാസ്സിലെയും എല്ലാ മക്കളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യദ്രകത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ ചികണമായ ജനം മുഴുവൻ്റെയും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും ആമേൻ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവിന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെയും മാലിന്യം തുടച്ചുനീക്കുകയും ചെയ്യട്ടെ. ഈ യാഗവേദിയിൽ എന്നെ സമ്പൂർണ്ണമായി നൽകുന്നിതാ അറിവോടെ ശിവയാഗം തിരുബലിയായി മാറ്റിയിടണേ. ഈ യാഗവേദിയിൽ എന്നെ സമ്പൂർണ്ണമായി നൽകുന്നിതാ അറിവോടെ ശിവയാഗം തിരുബലിയായി മാറ്റിയിടണേ. കരുണ്യവാനായ ദൈവമേ, ഈ അപ്പത്തിനോടും വീഞ്ഞിനോടും കൂടെ ഇന്ന് ഈ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരണേ ദൈവമേ. പ്രത്യേകിച്ച് ഈ ഇടവക സമൂഹത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു.
ഒറ്റക്കെട്ടായി ഒരുമയോടുകൂടെ മുന്നോട്ട് പോകുവാൻ അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണേ ഈശോയെ. ഞങ്ങളുടെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അങ്ങ് ഏറ്റെടുക്കണേ കർത്താവേ. അങ്ങ് കടന്നു വരണേ കർത്താവേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയക്കണേ കർത്താവേ. പ്രത്യേകിച്ച് വിദൂരത്തിൽ നിന്ന് ഓൺലൈനിലൂടെ ഈ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്ന ഓരോ മക്കളെയും അവരുടെ വ്യക്തിപരമായിട്ടുള്ള സങ്കടങ്ങളെയും ആവശ്യങ്ങളെയും ഞാൻ അങ്ങയുടെ മുമ്പിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവരെയും അവരുടെ കുടുംബത്തെയും അങ്ങ് അനുഗ്രഹിക്കുകയും അവരുടെ പ്രാർത്ഥനകളെ വിശദീകരിക്കുകയും ചെയ്യണേ കർത്താവേ. ഞങ്ങൾ ഓരോരുത്തരുടെയും കുടുംബങ്ങളെ അങ്ങയുടെ മുമ്പിലേക്ക് തരുന്നു. ഒത്തിരി പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട് കർത്താവേ. ഒത്തിരി തടസ്സങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. ഒത്തിരിയേറെ കടബാധ്യതകളാൽ വേദനിക്കപ്പെടുന്നവരുണ്ട്. ക്യാൻസർ മൂലം മാരകമായ അസുഖങ്ങൾ മൂലം ജീവിക്കുന്നവരുണ്ട്. അവരെല്ലാം അങ്ങയുടെ മുമ്പിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതെ വിഷമിക്കുന്നവർ, വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം നടക്കാത്തവർ, വിവാഹം കഴിഞ്ഞേറെ നാൾ കഴിഞ്ഞിട്ട് മക്കളില്ലാതെ സങ്കടപ്പെടുന്നവർ, പ്രായമായ മാതാപിതാക്കൾ, ആരോരും കൂടെ ഇല്ലാത്തവർ, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവർ, തകർക്കപ്പെട്ടവർ, തകർന്നു പോയവർ, ബിസിനസ്സിലൊക്കെ ഒത്തിരിയേറെ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർ, വിസയുടെ തടസ്സങ്ങൾ മൂലം വേദനിക്കപ്പെടുന്നവർ, പ്രവാസ ജീവിതം അനുഷ്ഠിക്കുന്നവർ, വിദൂരങ്ങളിൽ പഠനത്തിനും ജോലിക്കൊക്കെ പോയിട്ടുള്ള ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ, പഠിക്കുന്ന മക്കൾ, വിസ തീർന്നിട്ട് ഒത്തിരിയേറെ സങ്കടപ്പെടുന്നവർ, ദൈവമേ എന്നോട് വ്യക്തിപരമായി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഓരോ മക്കളെയും അവരുടെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനകളെയും അങ്ങയുടെ മുമ്പിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. പ്രാർത്ഥനകൾ ശ്രവിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണേ. കൈവിടാതെ കാക്കണേ കർത്താവേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും നീതിമാനായ മറിയൂസേപ്പിൻ്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ സ്നേഹമാരെ, ഏകജാതനെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കട്ടെ. നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലിഹായുടെ ഓർമ്മയോടുകൂടെ വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായം. ചെറിയവരും വലിയവരും നിന്റെ സുദീർഘമായ ഉദ്ധാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായുടെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. നമ്മുടെ വിശ്വാസം ഏറ്റുപറഞ്ഞ് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിലെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികളുടെ യുവങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിനെ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിലുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ സത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവാൻ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്ന പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവിതാതാവുമായ ഏക പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സാഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലെ മാമോദീസായും ശരീരത്തിലേർക്കും നിത്യായുസ്സുകൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിനെയും നാഥനായ ദൈവം തന്റെ വിശുദ്ധ നിറവേറ്റാൻ അങ്ങേ ശക്തനാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകം മുഴുവൻ വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരത്നങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും
ഞങ്ങളെ അങ്ങ് കാരണീയതരകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകി ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരേ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവേൻ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. അബ്രാഹത്തിലെയും ഇസ്ഹാക്കിലെയും യാക്കോബിലെയും ദൈവമേ, ആരാധനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തിന് കുർബാനയർപ്പിക്കപ്പെടുന്നു. അതിനായുക്തവുമാകുന്നു. സമാധാനം നമ്മോടുകൂടെ. പിതാവായ ദൈവമേ, സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാകമാരുടെ 10,000-ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രൊവേന്മാരോടും സ്രാപ്പേന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിലിടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. വാനമേഘത്തേരിൽ ദൈവം എഴുന്നള്ളുന്നു, പൊൻപ്രഭാവുടയാടയാക്കി എഴുന്നള്ളുന്നു. വാനമേഘത്തേരിൽ ദൈവം എഴുന്നള്ളുന്നു, പൊൻപ്രഭാവുടയാടയാക്കി എഴുന്നള്ളുന്നു. കിന്നരങ്ങൾ മീട്ടി നാദന സ്തുതികൾ പാടിടാം, ദൈവമഹിമകൾ വാഴ്ത്തിയവനെ എതിരേറ്റിടാം. പരിശുദ്ധൻ പരിശുദ്ധൻ ദൈവമെന്നെന്നും പരിശുദ്ധൻ, ദൈവമെന്നെന്നും പരിശുദ്ധൻ. നമ്മുടെ എല്ലാ വേദനകളും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. എൻ്റെ ഈശോയെ നീ കടന്നു വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ സ്ഥാപിച്ച ഈ കുദാശ വചനങ്ങളെ ഏറ്റവും ഭക്തിയോടെ നമുക്ക് ഈ നിമിഷം സമീപിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവേ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേ. യേശുവിനാഥാ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലാ
കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർലിയോ 14 മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനും അതിരൂപത അധ്യക്ഷനുമായ മാറാഫേൽ പിതാവിന് വേണ്ടിയും മറ്റു മെത്രാന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, സംസ്ഥാനമാർ, സമർപ്പിതർ, അൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും കർത്താവേ, ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞുപോയ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിന് വേണ്ടിയും ഇവരുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾക്കും നിയോഗങ്ങൾക്കും വേണ്ടിയും അയോഗ്യനും പാപിയുമായ എനിക്ക് വേണ്ടിയും കർത്താവേ, ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. പരിശുദ്ധാത്മാവ് കടന്നു വരുന്ന നിമിഷമാണിത്. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാൻ വേണ്ടി നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേകത്തിനനുസൃതമായി ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹായെ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ദിവ്യസക്രാരിയിൽ ഈശോ വാഴുന്നിതാ, പൂജ്യമാമോസ്തിയിൽ ദിവ്യകാരുണ്യമായി. ദിവ്യസക്രാരിയിൽ ഈശോ വാഴുന്നിതാ, പൂജ്യമാമോസ്തിയിൽ ദിവ്യകാരുണ്യമായി. നിത്യജീവൻ തരാം, സ്വർഗരാജ്യം തരാം, സ്നേഹകൂദാശയാൽ ഈശോ അണയുന്നിതാ. നിത്യജീവൻ തരാം, സ്വർഗരാജ്യം തരാം, സ്നേഹകൂദാശയാൽ ഈശോ അണയുന്നിതാ. ദിവ്യകാരുണ്യമേ, സ്നേഹമേ, സ്വർഗീയമാം വരദാനമേ, നിന്നെ സ്തുതിക്കുന്നു, നിന്നെ നമിക്കുന്നു, നിത്യവും ആരാധിക്കുന്നു. ഒരു നിമിഷം കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകൾക്കും വേണ്ടി ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് മാപ്പ് പറയാം. ഭിന്നതകൾ മൂലം, കലഹങ്ങൾ മൂലം മനസാക്ഷിയെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, യോജിപ്പോടും ഐക്യത്തോടും കൂടെ പെരുമാറാതിരുന്നിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, തഴക്കദോഷങ്ങൾ, രഹസ്യപാപങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, ദൈവമേ, നീ ഞങ്ങളോട് ക്ഷമിക്കണേ എന്ന് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. എൻ്റെ പാപങ്ങളെ ഓർത്ത് എന്നെ വിധിക്കലേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കാം. എന്നോട് കരുണ തോന്നണേ ദൈവമേ എന്ന് പ്രാർത്ഥിക്കാം. ഈശോ നമുക്കായി തന്ന പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന. ഈ പ്രാർത്ഥനയോടൊപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വേദനകളും ആവശ്യങ്ങളും ചേർത്ത് വെച്ച് സ്വർഗീയ പിതാവേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ നന്നായി ഉയർത്തി ഉച്ചസ്വരത്തിൽ സ്വർഗീയ പിതാവിനെ വിളിച്ച്
നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിന് ഉള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്നത്തെ ഞങ്ങൾ പ്രവർത്തിക്കുവാൻ സഭയിൽ അവിടുത്തെ സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യം നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. മിശിഹായുടെ ശരീരവും രക്തവും കടങ്ങളുടെ പൂർത്തിക്കും നിത്യജീവനും കാരണമാകട്ടെ. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. കർത്താവായ ദൈവമേ, സ്തോത്രകവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, സ്തുത്രകവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ ഈ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങൾ എന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. തമ്പുരാന്റെ ആശീർവാദം നമുക്ക് ഈ നിമിഷം സ്വീകരിക്കാം. തൻ്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ കറ മായ്ച്ചു കളയുകയും ചെയ്ത നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹീത ജനമേ, കർത്താവിൻ്റെ മേച്ചിൽ സ്ഥലത്തെ യാചകണമേ, നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചൊരിയട്ടെ. അവിടുന്ന് തൻ്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളിൽ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലനയുടെ വലം കൈ നിങ്ങളെ എന്നും സംരക്ഷിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങൾ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ.